ഹായ് ഗായ്സ്, അപ്പം ഞങ്ങളിവിടെ ഒസാക്ക എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു സിമ്മ് വാങ്ങിച്ചു. സിമ്മ് വാങ്ങിച്ചിട്ട് നമുക്കിനിയും ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത്. അപ്പം ട്രെയിനിലേക്ക് പോകാനുള്ള എസ്കലേറ്റർ ഇവിടെ നമുക്ക് കാണാം. ആ എസ്കലേറ്റർ എടുത്തിട്ട് നമുക്ക് ട്രെയിൻസിലേക്ക് കടക്കാം. ഞങ്ങൾ നമ്പായിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ബസ്സസ് ഉണ്ട്, ടാക്സി ഉണ്ട്, ഫെറി ഉണ്ട്. ഇതെല്ലാം ബസ്സും ഫെറിയും ഒന്നും നമുക്ക് അത്ര ഇതല്ല, വയബിൾ അല്ല. ടാക്സി ഭയങ്കര എക്സ്പെൻസീവാണ്. ട്രെയിൻസാണ് ഞങ്ങൾ കൂടുതലും യൂസ് ചെയ്തത്. ഈ ബേബി കണ്ടോ ചാടിത്തുള്ളി പോകുന്നത്? അവളുടെ പുറകെ ഞാനും ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുവാണ്. നമ്മൾ ഈ പ്ലാറ്റ്ഫോം കടന്നിട്ട് നമ്മൾ ട്രെയിനിലേക്ക് പോകണം. നമുക്ക് ഒസാക്ക ടു നാംബ റാപ്പിഡ് എന്ന് പറയുന്ന ഒരു ട്രെയിനാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് സ്റ്റേഷൻ, ഒസാക്ക സ്റ്റേഷൻ. അപ്പോൾ നാംബയ്ക്ക് അവിടെ ടു നാംബ എന്ന് എഴുതിയിരിക്കുന്നിടത്തുനിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. നേരെ ഓപ്പോസിറ്റാണ് ഗേറ്റ്സ്. അവിടെ നമ്മൾ ടിക്കറ്റ് ഇട്ടിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. ഇതാ വരുന്നുണ്ട് നമ്മുടെ ട്രെയിൻ. കണ്ടോ? ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ട്രെയിനായിരുന്നു. അതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ ഒരു ഹെൽമെറ്റ് എന്തോ ഓർമ്മ വരുന്ന ഒരു ടൈപ്പ് ഫ്രണ്ട് ഏരിയ കാണുമ്പോൾ. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ട്രെയിനായിരുന്നു. കാണാൻ നല്ല ഭംഗി, കളർഫുള്ളായിട്ടുള്ള ട്രെയിന്. ക്യൂട്ടായിട്ട് തോന്നി. വിൻഡോസൊക്കെ നല്ല റൗണ്ട് ഷേപ്പിൽ, നല്ല ക്ലിയർ, നല്ല കളർഫുള്ളായിട്ടുള്ള ട്രെയിൻ അല്ലേ? എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഈ ട്രെയിൻ വന്നപ്പം. ഉണ്ടോ റാപ്പിഡിന് എഴുതിയേക്കുന്നുണ്ടോ? ഇവിടുന്നാണ് നമുക്ക് എൻട്രി. എല്ലാവരും വരിയായി നിന്നിട്ട് അകത്ത് കയറി. നമുക്ക് കയറുമ്പോൾ തന്നെ ബാഗ്സും പെട്ടിയൊക്കെ വെക്കാൻ സ്ഥലമുണ്ട്. അവിടെ എല്ലാം വെച്ചിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നേ. ഗ്ലാസ്സൊക്കെ എന്ത് ക്ലിയർ ആണെന്നറിയാം. നമുക്ക് വ്യൂ അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് പുറത്തോട്ട് കാണാനും ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. ഞാൻ എൻജോയ് ചെയ്ത് ഞങ്ങളുടെ യാത്ര. 45 മിനിറ്റ്സോളം യാത്ര ഉണ്ടായിരുന്നു. ആ സൈഡിൽ കാണുന്നത് ഒരു നദിയാണ്. നദിയൊക്കെ ഇങ്ങനെ കടന്നിട്ട് നല്ല സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത്. അങ്ങ് ദൂരെ മലനിരകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ലാൻഡിലോട്ട് കയറുമ്പോഴത്തേക്കിനും നമുക്ക് കുറേ വീടുകളും കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു നോർമൽ ഏരിയ പോലെ തോന്നി. കാരണം ഫുൾ ഇങ്ങനെ റെസിഡൻഷ്യൽ പ്ലേസ് ആയിട്ട് തോന്നി. ട്രെയിൻസൊക്കെ ഇങ്ങനെ ഇടവിട്ട് പോകുന്നതും വരുന്നത് കാണാം. ഇത് ഭയങ്കര രസമാണ് ഈ ട്രെയിൻസ്. നമ്മുടെ യാത്ര നല്ല സുഖമുള്ള യാത്രയാണ് ട്രെയിൻസിൽ. കയറാൻ പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടുപിടിച്ച് ടിക്കറ്റ് എടുത്ത് കയറാൻ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടും. ഞങ്ങൾ വേറെ ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നും അല്ല പോയത്. അതുകൊണ്ട് താനെ കണ്ടുപിടിക്കണമായിരുന്നു. ഓരോ പ്ലേസസും കണ്ടുപിടിച്ച് എങ്ങനെ ട്രാവൽ ചെയ്യണം എല്ലാം ഗൂഗിൾ നോക്കിയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തതും ടിക്കറ്റ്സ് എടുത്തതും മൂവ് ചെയ്തതെല്ലാം അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ആളുണ്ട്, അവരോട് ചോദിച്ചാൽ അവരും പറഞ്ഞു തരും. വലിയ കെട്ടിടങ്ങളൊക്കെ കണ്ടോ? ബിൽഡിങ്സും അങ്ങനത്തെ ഏരിയാസാണ് ഇവിടെ മൊത്തം. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഓൾമോസ്റ്റ് 9-10 hours യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ട്രെയിനിൽ പിന്നെയും 45 മിനിറ്റ്സോളം യാത്ര ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ ഇരുന്ന്. പക്ഷേ ഈ ട്രെയിൻ യാത്ര നല്ല രസമായിരുന്നു. ട്രെയിനിൽ പാലിക്കേണ്ട കുറേ ചിട്ടകളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് കേട്ടോ. ജപ്പാനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട്. നമ്മൾ സൈലൻ്റായിട്ടിരിക്കണം, നമ്മൾ ഒത്തിരി ഒച്ച ഉണ്ടാക്കി സംസാരിക്കാൻ പാടില്ല, ബാക്കിയുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ റൂൾസൊക്കെ ഉണ്ട്.
കുറേ നേരം ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു ഇങ്ങനെ ആ ജനലിൽ കൂടെ ഇങ്ങനെ പുറത്ത് നോക്കാൻ. ഇത് മാച്ച എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു ടീ ആണ്, ജാപ്പനീസ് ടീ ആണ്. ആ ടീ വെച്ചിട്ട് അതിൻ്റെ ഫ്ലേവറിലുള്ള പല ഐസ്ക്രീമും മോച്ചി പോലത്തെ സാധനങ്ങളും ഒത്തിരി ഫുഡ് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. ഇത് വേറൊരു സ്റ്റേഷനിലെത്തി നമ്മൾ. ട്രെയിനിൻ്റെ ആ സീറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് പറയുന്നുണ്ട് നമ്മൾ അതിനകത്ത് അനാവശ്യമായിട്ടുള്ള നോയ്സ് നമ്മൾ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുന്നത് കച്ചടയൊന്നും ആക്കാതെ, എന്തെങ്കിലും കച്ചട ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തന്നെ ക്യാരി ചെയ്യണം. ഞങ്ങൾ സ്റ്റേഷനിലെത്തി, നമ്പ സ്റ്റേഷനിലെത്തി. ഞാൻ ഇറങ്ങിയപ്പം അവിടെ ലോസൺ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അതിനകത്ത് ഞാനിങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ തപ്പി. കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കുറേ വെറൈറ്റി സാധനങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഞാനിങ്ങനെ ആസ്വദിക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. നാമ്പ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 15-20 മിനിറ്റ്സ് നടന്നിട്ട് വേണം നമ്മുടെ ഹോട്ടലിലെത്താൻ. ഞങ്ങളുടെ ഹോട്ടൽ കുറമോൺ ഏരിയയിലായിരുന്നു. അത് കുറമോൺ മാർക്കറ്റിനടുത്തായിട്ടാണ് നമ്മുടെ ആ ഹോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നടക്കണം. കുറേ സ്ട്രീറ്റ്സ് ഉണ്ട് ഇവിടെ. ഈ ഒസാക്ക ഈസ് മെയിൻലി നോൺ ആസ് ദ കിച്ചൺ ഓഫ് ജപ്പാൻ എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവിടെ കൂടുതലും പല സ്ട്രീറ്റ് ഫുഡ്സും അവൈലബിൾ ആണ് ഈ ഒസാക്ക ഈ ഒരു ഏരിയയിൽ. അപ്പം ഞങ്ങൾ മെയിൻലി ഇവിടെ ചൂസ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഫുഡിന് ബുദ്ധിമുട്ട് വരത്തില്ല. ബിക്കോസ് സ്ട്രീറ്റ് ഫുഡ്സ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് കുറഞ്ഞിട്ടുള്ള ഹോട്ടൽ റൂംസ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം കുറച്ച് സ്പേഷ്യസ് ആവണമെന്നും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറേ അധികം തപ്പി. ഈ ഒരു സ്പ്രിംഗ് സീസണിൽ നല്ല തിരക്കായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടൽസും ബുക്ക്ഡ് ആയിരിക്കും. അപ്പം അവിടുത്തെ ഹോട്ടൽ റൂംസ് എല്ലാം ചെറുതാണ് യൂഷ്വലി. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഹോട്ടലിൽ നമുക്ക് സ്പേസ് അവൈലബിൾ ആയിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ ഉച്ച 1-2 മണി എങ്ങാണ്ടോളം ആയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റിലേക്ക് ഓൾറെഡി എൻ്റർ ചെയ്തു കേട്ടോ. സ്റ്റേഷന് തൊട്ട് പുറത്തുള്ള ഒരു സ്ട്രീറ്റാണ്. രണ്ട് സൈഡിലും ഷോപ്സും ഒക്കെ ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ട് നമുക്കിത് വഴി എത്ര നടന്നാലും ഞങ്ങളുടെ കയ്യിൽ ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഞങ്ങൾക്ക് ഇതുവഴി നടക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാരെയും എല്ലാവരെയും കണ്ടിട്ട് നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾക്കതൊരു അത്രയും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഫുഡ് അവിടുന്ന് തൊട്ടേ സ്റ്റാർട്ട് ചെയ്തു. ഫുഡിൻ്റെ വെറൈറ്റീസ് ഓഫ് ഫുഡ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതൊരു ഷോപ്പ് നമുക്ക് സുവിനിയേഴ്സും അങ്ങനെയൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ്. ഇവിടെ മാഗ്നറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ നോക്കിയതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലൊക്കെയാണ് റേറ്റ്സ് കുറവായിട്ട് തോന്നിയത് മാഗ്നറ്റ്സിനൊക്കെ. ഒന്നിനപ്പുറം ഒന്ന് ഇങ്ങനെ ഷോപ്സ്, ഇങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് ഷോപ്സ് കാണാൻ പറ്റും. അടുത്തടുത്ത് ഈ ഏരിയയിൽ കുറേ അധികം സ്ട്രീറ്റ്സ് ഉണ്ട്. കുറമോൺ സ്ട്രീറ്റ്, ഇബിഷുബാഷി സ്ട്രീറ്റ്, അങ്ങനെ കുറേ സ്ട്രീറ്റ്സ് അടുത്തടുത്ത് ഇവിടെയുണ്ട്. ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതാണ്. കുറമോൺ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടം തൊട്ടാണ് നമ്മൾ കുറമോൺ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് കുറച്ച് അടുത്താണ് നമ്മുടെ ഹോട്ടൽ സ്റ്റേ ഉള്ളത്. ഇവിടുന്ന് ഒരു 5-10 മിനിറ്റ്സോളം നടന്നാൽ മതി. ഇതൊരു ഫേമസ് സ്പോട്ടാണ് ക്രാബിൻ്റെ. ഈ കുറമോൺ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് സീ ഫുഡ് ഐറ്റംസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇവിടെ. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 6 to 7 ഒക്കെ 7 PM ഒക്കെ ആകുമ്പോഴത്തേക്കിന് മിക്കവാറും ഉള്ള എല്ലാം ഷോപ്സൊക്കെ ക്ലോസ് ചെയ്യും. പൂക്കളൊക്കെ കേട്ടോ, എന്ത് ഫ്രഷ് ആയിട്ടുള്ള പൂക്കളാണ്.
വണ്ടികളൊന്നും അലൗഡ് അല്ല, നമ്മൾ നടന്ന് തന്നെ പോകണം. അങ്ങനെ ഇതാ ഞാൻ കോബെ ബീഫ് കണ്ടിരിക്കുകയാണ്. എനിക്ക് കോബെ ബീഫ് ട്രൈ ചെയ്യണം, വാങ്യൂ ബീഫ് ട്രൈ ചെയ്യണം ജപ്പാനിൽ വന്നിട്ട്. ഇതൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ കുറേ അധികം സീ ഫുഡ് ഉള്ള ഒരു ഷോപ്സ് കണ്ടു. ഇവിടെ ഇങ്ങനെ എന്ത് ഭംഗിയായിട്ട് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഒന്നും ഒറിജിനൽ ഫുഡല്ല, അതെല്ലാം പ്ലാസ്റ്റിക്കാണ്. ജസ്റ്റ് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അകത്തോട്ട് എല്ലാം ഒറിജിനൽ ഫുഡ് നമുക്ക് കാണാൻ പറ്റും. ഞാനിങ്ങനെ രണ്ട് സൈഡിലും ഏത് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കണം എന്ന് കൺഫ്യൂസ്ഡായിട്ട് ഞാനിങ്ങനെ നടക്കുക. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എല്ലാം ഇങ്ങനെ ഫുഡിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസും അവിടുത്തെ ഫ്രഷ് ഫ്രൂട്ട്സും. ഫുഡ് കണ്ട് നമുക്ക് ഭ്രാന്തെടുക്കും. അതുപോലെ ഫുഡ് ഐറ്റംസ് നമുക്ക് ജപ്പാനിൽ ചെന്നാൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിലൊന്നും അത്രയും ഫേമസ് അല്ല ഈ ജാപ്പനീസ് ഫുഡ്. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് എൻ്റെ കണ്ണ് തള്ളി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ രണ്ട് സൈഡിലും ഇങ്ങനെ നോക്കി നോക്കി നമുക്കിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം ഇത് കണ്ടോ, ഞാൻ ഇവിടെ കണ്ടിരിക്കുകയാണ് ഒക്ടോപ്പസിനെ കണ്ടോ. കുഞ്ഞി ഒക്ടോപ്പസിനെ വറുത്ത് ഫ്രൈ ചെയ്തിട്ടിങ്ങനെ കമ്പയിൽ കുത്തി വെച്ചിരിക്കുന്നത് കണ്ടോ. കണ്ടിട്ട് തിന്നാനൊക്കെ തോന്നി, പക്ഷേ എനിക്ക് വലിയ ധൈര്യമില്ലായിരുന്നു. വലിയ ക്രാബ്, കിങ് ക്രാബ്സ്, പിന്നെ സീ അർച്ചിൻ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. സീ ഫുഡ് ലവേഴ്സിനൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ. പ്രോൺസിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ. ഒക്ടോപ്പസിൻ്റെ ടെൻറ്റക്കിൾസൊക്കെ അവിടെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സ്കാലപ്സ് എല്ലാം അവൈലബിൾ. ഈ ഒരു ഏരിയയിലോട്ട് വന്നാൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള എന്ത് സാധനങ്ങളും ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞങ്ങൾ ഹോട്ടലിലെത്തി. ക്രിസ്റ്റൽ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. നമ്മളെ അവരെപ്പോഴും വെൽക്കം ചെയ്യുന്ന നല്ല രീതിയിൽ. ഞങ്ങളുടെ റൂം നമ്പർ 208 ആയിരുന്നു. റൂമിലേക്ക് കിടന്നു. കാർഡിട്ട് അപ്പോൾ ലൈറ്റൊക്കെ ഓണായി. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ ടീ ആൻഡ് അതൊക്കെ കാണാൻ ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്തൊരു റൂം കണ്ടോ, ഇത്ര വലുപ്പമേ ഉള്ളൂ. ഇത് അത്യാവശ്യം വലിയ റൂമാണ്. അവിടെ ഇതിലും ചെറിയ റൂംസാണ് മിക്ക ഹോട്ടൽസിലും ഉള്ളത്. ഇവിടെ ഒരു മിറർ കാണാം. കതക് തുറന്ന് നമുക്കിനി ബാത്റൂം കാണാം. അവരുടെ ബാത്റൂംസ് വാവ്. ടോയ്ലറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സ്വിച്ച് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഷവേഴ്സ് ഉണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഉള്ള ഷവേഴ്സ്. ഫ്രണ്ടിലുള്ള ഷവേഴ്സ് കൂടുതലും പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് നോയ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മ്യൂസിക്കിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ ഷവറിൻ്റെ ആണെങ്കിലും നമുക്ക് സ്ട്രെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ കഴിയും. പിന്നെ നമുക്ക് എപ്പോൾ വേണേലും എന്ത് വേണേലും, അതായത് ഏത് സ്വിച്ചസ് വേണേലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ഇതാണ് നമുക്ക് ടബ് ബാത്റൂം. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബാത്റൂംസാണ്. ഷാംപൂ, കണ്ടീഷണർ, ബോഡി സോപ്പ് എല്ലാം അവൈലബിൾ ആയിരുന്നു. പിന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ടവൽസ് ഉണ്ടായിരുന്നു. ഇവിടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് സ്ലിപ്പേഴ്സ് കാണാം, ഹാങ്കേഴ്സ് ഉണ്ട്. പിന്നെ ബാഗ് വെക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ ഒരു ടേബിൾ പോലത്തെ സാധനം, അത് നൂത്തിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് വെക്കാൻ പറ്റും. ഇത് കണ്ടോ, കാപ്പിക്കുരു പോലെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട്. എന്തോന്ന് എനിക്കിത് മനസ്സിലാവുന്നുണ്ടല്ലേ. തിന്ന് നോക്കിയപ്പോൾ അത് പോപ്പ് ആവുന്നുണ്ടായിരുന്നു. കോണിൻ്റെ ഒരു സാധനമാണത്. നമുക്ക് എൻട്രൻസിൽ, ഹോട്ടലിൻ്റെ എൻട്രൻസിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് അവിടുന്ന് ക്യാൻഡീസൊക്കെ എടുക്കാൻ പറ്റും. 1-2 ഞാനും എടുത്തു. ഇതൊരു കോള ഫ്ലേവറിലുള്ള ഒരു ജെല്ലി ടൈപ്പ് സാധനമായിരുന്നു. ഇത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേത് ഇങ്ങനെ വായിലിടുമ്പോഴത്തേനും പോപ്പ് ചെയ്യും, സിപ്പൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. യാത്രയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ട് ഞങ്ങൾ ഈ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ ജസ്റ്റ് രാത്രി ആയപ്പോഴത്തേക്കിനും ഒന്ന് ഇറങ്ങി
കറങ്ങി നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അടുത്തുള്ള സ്ട്രീറ്റ്സ് അല്ലേ, അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ നമുക്ക് നടന്നു പോകാം. നല്ല ടയേർഡായിരുന്നു, പക്ഷേ സ്റ്റിൽ ഞങ്ങൾക്ക് ആ ഒരു ദിവസം, ഇത് ഫസ്റ്റ് ഡേ ആണെങ്കിൽ ആ ഫസ്റ്റ് ഡേയുടെ എൻജോയ്മെൻറ്റ് ഞങ്ങൾക്ക് എന്താ പറയുന്നത്, അത് മാറ്റി വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഞങ്ങൾക്ക് ഇറങ്ങി ഇങ്ങനെ പോയി ഓരോന്ന് കാണാനും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വെമ്പൽ കൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടെ അത്യാവശ്യം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ മാറി. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി നടന്നു. നമ്പ സ്റ്റേഷനിൽ വന്നിറങ്ങി ആ ഏരിയയിൽ ഞങ്ങൾ എത്തി. ഇവിടെ ഒരു എന്താ പറയുന്നത്, ഈവനിങ് ഒക്കെ ആയപ്പോൾ അവിടുത്തെ ടോട്ടൽ വൈബ് മാറി. ആ മരങ്ങളിൽ മൊത്തം ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഫുൾ പ്ലേ ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു, അവർ കഴിക്കുന്നു, അവിടെ ചെറിയ രീതിയിൽ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് സ്റ്റേഷനിൽ നിന്ന്. പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാം. അങ്ങനെ അവിടെ റൈസ് ഡംപ്ലിങ്സ് ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ പിന്നെ സ്ട്രോബെറീസ്, അതും പിങ്കും വൈറ്റും കളറിലൊക്കെ സ്ട്രോബെറീസ് കണ്ടു. ഞങ്ങൾ നോർമൽ സ്ട്രോബെറീസ് വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറേ അധികം നടന്നു അങ്ങോട്ട്, ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ സ്ട്രീറ്റ് ഫുള്ള് ഞങ്ങളിങ്ങനെ എൻഡ് വരെയും പോയി. അപ്പം ഞാൻ ആക്ച്വലി ഡോട്ടംബരി എന്ന് പറയുന്നൊരു സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. പക്ഷേ അത് അപ്പോഴത്തേക്കിനും ഒരുപാട് ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സ്ട്രീറ്റിലൊക്കെ എപ്പോഴും ആൾക്കാരുണ്ട്. വീക്കെൻഡ്സിലൊക്കെയാണെങ്കിൽ നല്ല തിരക്കാണ്. ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ക്ലബ്ബൊക്കെ കണ്ടു. ക്ലബ് ഡി. ഗെയിമിംഗ് ചെയ്യുന്ന എന്തോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ ഏരിയയൊക്കെ ഞാൻ മുന്നേ കണ്ടിരിക്കുന്ന പലരുടെയും വീഡിയോസിൽ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ട് ഞങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഏതൊക്കെ ഏരിയാസിൽ പോകണം എന്നൊക്കെ നേരത്തെ കൂട്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. കാരണം അവിടുത്തെ ഭാഷ നമുക്ക് വശമില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ടും എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കത്തുമില്ല എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് എല്ലാം മുന്നേ കൂട്ടി കുറച്ചൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, എന്തൊരു ഭംഗിയാണ് ഈ ബിൽഡിംഗ്. അവിടുത്തെ ടാക്സിയൊക്കെ കണ്ടു, പഴയ മോഡൽ ടാക്സീസൊക്കെ ആയിരുന്നു. അവിടുത്തെ ടാക്സീസ് ഒന്നും നമ്മൾ പോയി തുറക്കാൻ പാടില്ല. നമ്മൾ ചെല്ലുമ്പം ഡ്രൈവർ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡോർ ഓപ്പൺ ആക്കി തരും. പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങനെ നടന്നു. കുറേ അധികം ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. ഇഷ്ടം പോലെ നടക്കാനുണ്ട്, കുറേ അധികം നടക്കേണ്ടി വരും. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസൊക്കെ ചൂസ് ചെയ്തുകൊണ്ട് പോവുക. നല്ല സോക്സും ഷൂസും. പിന്നെ ഇങ്ങനെ കുറേ സൊവിനിയേഴ്സൊക്കെ കണ്ടു. ഇത് കീ ചെയിൻ പോലത്തെ സാധനം, കുഞ്ഞി ഒക്ടോപ്പസ്, സീല്, അതിൻ്റെ കണ്ണിങ്ങനെ തള്ളി വരുന്നുണ്ട്. ഞാൻ എന്തൊക്കെ കണ്ട ഇങ്ങനെ എൻജോയ് ചെയ്തു. ക്യൂട്ട് കിറ്റനും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് നല്ല കീ ചെയിൻസൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ മുന്നോട്ട് നടന്നു. ഇത് ഭംഗിയുണ്ടല്ലേ ഈ കിറ്റിക്കാറ്റിനെ കാണാൻ. ഞാൻ എല്ലാ മാഗ്നറ്റ്സിലും പോയി തൊട്ടൊക്കെ നോക്കി. ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് കണ്ട് ഇങ്ങനെ നടക്കുക ആ സ്ട്രീറ്റിൽ കൂടെ. നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ അത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് റൈസ് ഡംപ്ലിംഗ് ആണ്, സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മുടെ കൊഴുക്കട്ടയുടെ ഒരു ടെക്സ്ചറാണ് അതിന്. നല്ല കാരമലൈസ്ഡ് ആയിട്ടുള്ള ഒരു റൈസിൻ്റെ ഫ്ലേവറും കാരമലിൻ്റെ ഫ്ലേവറും നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ചിക്കൻ്റെ ഒരു ഫ്രൈഡ് ആയിട്ടുള്ളൊരു ചിക്കൻ്റെ പീസസ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ്ലി. പിന്നെ ഇത് ഒരു സാധനം എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. അവരുടെ ഫുഡ് ഐറ്റംസ് ഇങ്ങനത്തെ എല്ലാം പാക്കറ്റ്സിലുള്ളത് നല്ല ടേസ്റ്റാണ്. ഇതാണ് ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കനായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിക്കാൻ. ഞങ്ങൾ പതുക്കെ വീട്ടിലെത്തി, മുറിയിലെത്തിയിട്ട് ഞങ്ങൾ ഈ തിരാമിസു
മാച്ച തിരമിസു സ്ട്രോബെറി കേക്ക് ഇത് ഞങ്ങൾ ട്രൈ ചെയ്തു. മാച്ച എന്ന് പറയുന്നത് അവരുടെ ഒരു ടീ ആണ്. അതിനൊരു ചെറിയ ഉമാമി ഫ്ലേവറും ബിറ്റർനെസ്സും ഉണ്ട് അതിനകത്ത്. അപ്പം വിനോദ് അത് ട്രൈ ചെയ്യുവാണ്. വിനോദിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് കഴിച്ചപ്പം. അതിൻ്റെ കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. ഒന്നിച്ച് നമ്മൾ കഴിക്കുമ്പോഴാണ് എക്സാക്ട്ലി അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഇനിയും കുറേ പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം ഇങ്ങനെ സ്ട്രീറ്റ്സൊക്കെ മാത്രം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോയി. എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കേക്കായിരുന്നു. ആ ലെയേർഡ് കേക്ക്, ഡ്രീം കേക്കൊക്കെ കഴിക്കുന്ന മാതിരി ഒരു ഫീലിംഗ് ആയിരുന്നു. ഒരു ചെറിയ കയ്പും ഉണ്ട്, പക്ഷേ അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. കേക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. ഇനി നമുക്ക് ഡേ 2ൻ്റെ വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.